പുരാതന കാലത്ത് ഈ ബലികളൊക്കെ ചെയ്തിരുന്നത് സ്റ്റാർവേക്കർ എന്ന സ്ഥലത്ത് ആ പഴയ മരത്തിന്റെ ചുവട്ടിലായിരുന്നു. ഈ സമയം ജൂലി ആ മുറിയിലേക്ക് വന്നു. ഹാരി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ജൂലി പെട്ടെന്ന് തന്നെ ആ ജേണല് പിടിച്ചു വാങ്ങി. ഇതേ സമയം മറുവശത്ത് റിച്ചാർഡിന്റെ കൂട്ടുകാരൻ സ്റ്റീവൻ അവനെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. കുറച്ചു നാളായിട്ട് റിച്ചാർഡിന്റെ യാതൊരു വിവരവുമില്ലല്ലോ. ആ മരത്തിന്റെ വേരുകൾ കണ്ട് സ്റ്റീവൻ അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ മരം നശിച്ചു പോയിട്ടില്ല. അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ. സ്റ്റീവനും ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് ആ മണ്ണിലേക്ക് ഇറങ്ങി. ഇത്രയും നാളും അവർക്ക് ജാക്രേ എന്ന ചെകുത്താനും ഈ മരമൊക്കെ വെറും ഒരു മിത്തോളജി മാത്രമായിരുന്നു. ഇവരിങ്ങനെ പുരാണമൊക്കെ പറഞ്ഞ് ആ മരത്തിലെ മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ വീടിനുള്ളിൽ നിന്ന് ഹാരിയുടെ നിലവിളിച്ചുള്ള കരച്ചില് കേൾക്കാം. നിനക്ക് എന്താ പറ്റിയത്? റിച്ചാർഡ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോ ഹാരിയുടെ കൈയൊക്കെ എന്തോ മാന്തി പറിച്ച് ബ്ലഡ് പോകുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാല് അവര് കാടിനകത്ത് കൊണ്ടുകളഞ്ഞ മുയലില്ലേ, അതിപ്പോ വീട്ടിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. അവിടെ ഡോഗിനും മുറിവ് പറ്റിയിട്ടുണ്ട്. അനിയത്തിയുടെ കൈ മുറിഞ്ഞ് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ റിച്ചാർഡും ജൂലിയും ഇതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നേയില്ല. അവര് രണ്ടുപേരും മറ്റേതോ മായ ലോകത്ത് പെട്ടതുപോലെ മുയലിനെ പിടിക്കുന്നു, അതിനെ കൊഞ്ചിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു. ആ തിരക്കിലാണ്. ഹാരിക്ക് ഇതൊക്കെ കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടോ?